ആശ്ചര്യകരം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിസ തോമസിനെ VC ആയിട്ട് വെച്ചപ്പോൾ നിങ്ങൾ കണ്ടതാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ഭാവി പോലും അപകടത്തിലാക്കിക്കൊണ്ട് അവിടെ പരീക്ഷ പോലും നടത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ദിവസങ്ങളോളം. ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ സർക്കാർ സ്പോൺസേഡ് സമരമാണ് SFI അടക്കമുള്ള CPM അടക്കമുള്ള ആളുകൾ നടത്തിയത്. അവരെ കയറാൻ വിട്ടില്ല. അവരെ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറാൻ വിടാത്ത കൊണ്ടുള്ള എന്തൊരു ആരോപണങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് മുഖ്യമന്ത്രി നേരിട്ട് നയിച്ച പോരാട്ടമായിരുന്നു സിസ തോമസിനെതിരായിട്ട്. അതുപോലെ മിസ്റ്റർ ഗോപിനാഥൻ, രജത് ഗോപിനാഥൻ, അദ്ദേഹത്തെ വൈസ് ചാൻസലറാക്കിയതിനായിട്ട് ഗവർണർ അയച്ച കത്ത് മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഗവർണറുടെ ഇപ്പോഴത്തെ ലോക് ഭവന, നേരത്തെ രാജ്ഭവനായിരുന്നു, അവിടെ നിന്ന് കൊടുത്തയച്ച നോട്ട് മാധ്യമങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ഇദ്ദേഹത്തിനെതിരായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വൈസ് ചാൻസലറാക്കാൻ പറ്റാത്തതെന്ന് കാരണങ്ങൾ നിരത്തിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ നിരത്തിക്കൊണ്ട് ഗവർണർ കൊടുത്ത ഈ രണ്ട് കാരണങ്ങളും ഇപ്പം പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഗവർണർ ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയും വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കൊടുത്ത പരാതികൾ, ആരോപണങ്ങൾ എന്തുകൊണ്ട് ഇത് ആവിയായിപ്പോയി? അതൊക്കെ ആവിയായിപ്പോയി. പെട്ടെന്ന് 19-ാം തീയതി സുപ്രീം കോടതി ഫൈനലായിട്ട് തീരുമാനിക്കാൻ വരുന്ന മുമ്പേ പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആവിയായിപ്പോയി. അന്തർധാരയുടെ ഭാഗം തന്നെയല്ലേ ഇതും? മുകളിൽ നിന്ന് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലേ ഇത് തീർക്കാൻ? ഇതെങ്ങനെയും തീർക്കാൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ വീണ്ടും പോകുന്നതിന് മുമ്പേ ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയറാണ് അന്തർധാര. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ജനങ്ങളെ അവർ വിഡ്ഢികളാക്കുകയാണ്. കാരണം ഇതിനകത്ത് വേറൊരു പോയിൻ്റ് ഉള്ളത്, ഗവർണറെ പോലുള്ള ഒരാൾ, ആക്ഷേപം ഉന്നയിക്കുന്ന ഒരാളെ, അതും കൃത്യമായിട്ട് പരാതി പറഞ്ഞ ആക്ഷേപം ഉന്നയിക്കുന്ന ആളെ വീണ്ടും നിയമിക്കാൻ ഗവർണർ കൂട്ടുനിൽക്കുകയാണ്, ഭരണഘടനാ തലവൻ. മുഖ്യമന്ത്രി അതുപോലെ തന്നെ. അപ്പോൾ ഇവരുടെ കോംപ്രമൈസിന് വേണ്ടി ഇവർ തന്നെ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രസക്തമായ കാര്യങ്ങൾ അവർ ഇപ്പം മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. സീരിയസ് തിങ്സ്.